Hey students, good morning. Good morning, sir. Morning, sir. Morning, sir. Good Morning. morning, sir. Good morning, sir. Morning, Good morning. morning, sir. Okay, so yesterday നമ്മൾ ലാസ്റ്റ് കൊണ്ടുപോയി നിർത്തിയ ഡിവിഷൻ അൽഗോരിതം ഒരു എക്സാമ്പിൾ ആണ്. Am I right? ഷാർപ്പ് 6 o'clock നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആ ടൈമിൽ നിങ്ങളുടെ വീഡിയോസ് ഓൺ ആയിരിക്കണുണ്ടോ? മീൻസ് കുറച്ചുകൂടെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വീഡിയോസ് ഓൺ ആക്കി ഒരു 58 ആകുമ്പോഴത്തേക്കും റെഡി ആയിരിക്കും. സ്റ്റിൽ 2-3 പേരുടെ വീഡിയോസ് ഓൺ ആകണ്ടാവും. അഡ്വാൻസ് ചെയ്യാൻ പറഞ്ഞത്. ഐ തിങ്ക് ഓഫീസിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഒക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഒന്നുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയി വീഡിയോസ് ഓൺ ചെയ്തിരിക്കണം. നമ്മൾ ഇന്നലെ ലാസ്റ്റ് ചെയ്ത എക്സാമ്പിൾ one second, let me check. ഇതായിരുന്നു അല്ലേ? 2x plus 4 divided by x plus 2. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തി. ഇത് നമ്മൾ നോക്കണ്ടേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡിവിഷൻ അൽഗോരിതത്തിലേ എന്തായാലും നമ്മൾ ഇന്നലെ അൽഗോരിതം എന്നുള്ള വേർഡ് കൊണ്ട് എയിം ചെയ്യുന്നേ പറയാൻ. അൽഗോരിതം എന്ന് നമ്മൾ പറഞ്ഞേ Sir, steps. സ്റ്റെപ്സ് ആണ്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ബൈ വിച്ച് വി ക്യാൻ പെർഫോം ദ ഡിവിഷൻ. സ്റ്റെപ്സ് എന്ന് എഴുതുന്നതിന്റെ ഓർമ്മ ഇല്ലേ? ഡിവൈഡ് ദ ഹൈയസ്റ്റ് ടേം എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. Am I right? എഴുതല്ലേ നമ്മൾ ഇന്നലെ? ഓക്കെ, നമുക്ക് ഡയറക്ട്ലി നേരെ എന്റെ എക്സാമ്പിൾസിലേക്ക് പോവാം. യു ലിസൺ. സപ്പോസ് വി ഹാവ് ടു പെർഫോം ദ ഡിവിഷൻ x cube plus 7x square plus 11x plus 20 by x plus 3. ഓക്കെ, ഇങ്ങനെ ഡിവിഷൻ നമുക്ക് പെർഫോം ചെയ്യണം. അപ്പൊ ഡിവിഷന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ്, നമ്മൾ ഈ മെത്തേഡിന് വേറെ നെയിം പറയാം ലോങ് ഡിവിഷൻ മെത്തേഡ്. കാരണം മറ്റൊരു ഡിവിഷൻ മെത്തേഡ് കൂടി ഉണ്ട് നമുക്ക് പഠിക്കാനില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡിന് ലോങ് ഡിവിഷൻ മെത്തേഡ് എന്നാണ് പറയാം. നോർമലി നമ്പേഴ്സിന്റെ കേസ് പോലെ തന്നെ വി വിൽ റൈറ്റ്, ഒരു സ്പേസ് എടുത്ത് എഴുതേണ്ട ഒരുവിടോ എക്സ് ക്യൂബ് പ്ലസ് 11x സ്പേസ് എടുത്ത് നമ്മൾ എഴുതുക എക്സ് ക്യൂബ് പ്ലസ് 7x സ്ക്വയർ പ്ലസ് 11x plus 20 divided by x plus 3. Okay, ഇവിടെ ഫസ്റ്റ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കേൾക്കട്ടെ. ആരിഫ്? വലിയ എങ്ങനെയാണ് കേട്ടില്ല? വലിയ ടേം എടുക്കും. ഇതിലപ്പോ ആരെ വെച്ച് ഡിവൈഡ് ചെയ്യണം? 7 ക്യൂബ്. വലിയ ടേം എടുക്കണം എന്ന് പറഞ്ഞാൽ ഏത് ടേമിനെ ഏത് ടേം വെച്ച് ഡിവൈഡ് ചെയ്യണം? എക്സ് സ്ക്വയറിനെ എക്സ് സ്ക്വയറിനെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യും. അതിൽ വലിയ ടേം കിടപ്പുണ്ടല്ലോ. അതില് ശ്രദ്ധിച്ചു നോക്കി, എക്സ് സ്ക്വയറിനേക്കാൾ വലിയ ടേം കിടപ്പുണ്ടല്ലോ. അമൽ മുഹമ്മദ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ആരിഫേ, എക്സ് സ്ക്വയറൊക്കെ വലിയ ടേം അതിൽ കിടപ്പില്ലേ? എക്സ് ക്യൂബ്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ ആരിഫേ, ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ ഡിവിഷനിലെ. arrange the dividend and the divisor in descending order of degree. ഒന്നാമത്തെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാ. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈസ് ദർ ആൻ അറേഞ്ച്മെന്റ് റിക്വയർഡ് മാത്യൂസ്? പ്രത്യേകിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത കാര്യമുണ്ടോ മാത്യൂസ്? No, sir. No, sir. വൈ? Sir, because it is in standard form. ഇറ്റ് ഈസ് ഓൾറെഡി ദ സ്റ്റാൻഡേർഡ് ഫോം. അറേഞ്ച്ഡ് ആണ് അല്ലെ? പവർ 3 ഉള്ള ആള്, then 2, then 1, then ആ ഒരു ഓർഡർ തന്നെ കിടക്കുന്നത്. സോ അറേഞ്ച്മെന്റിന് ഇവിടെ റോളില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി അറേഞ്ച്ഡ്. സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചു കേൾക്കട്ടെ ആരിഫേ, സെക്കൻഡ് പോയിന്റ് വായിച്ചു. Find the first term of quotient by dividing highest degree term of dividend by highest degree term of divisor. Term of divisor. Highest degree term of dividend should be divided by highest degree term of divisor എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതില് ആരതി ഒന്ന് പറഞ്ഞേ. ആരതി, which is the highest term of dividend? x cube ആണ് ഈ ഹയസ്റ്റ് ടേം ഉദ്ദേശിക്കുന്നത്. the term with the highest power ആണ്. okay, highest term is that term having highest power. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ
ഇവിടെ ഒരു 11 ഉണ്ട്, 20 ഉണ്ട്, 7 ഉണ്ട്. ഈ നമ്പേഴ്സിനൊന്നും റോളില്ല. They are only coefficients. Do you get me? ഹയസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ടേം വിത്ത് ഹയസ്റ്റ് പവർ ആണോ? വേണമെങ്കിൽ നിങ്ങളുടെ വേർഡ്സിൽ എഴുതി വെച്ചോളണം. പിന്നെ ഒരു സിമ്പിൾ ലോജിക്കൽ പറഞ്ഞാൽ നമ്മൾ ആ ഓർഡറിൽ എഴുതി കഴിയുമ്പോൾ ആദ്യം വരുന്ന ആൾ അവനായിരിക്കും ഹയസ്റ്റ്, അല്ലെ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ലോജിക്കലി ഓർത്തിരിക്കാട്ടോ. റൈറ്റ്. അപ്പൊ ഒന്ന് പറയാ അജയ്, ഇവിടെ നമ്മൾ ആരെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? സാർ എക്സ് സ്ക്വയറിനെ എക്സ് വെച്ച്. എക്സ് സ്ക്വയറിനെ എക്സ് വെച്ചാണോടാ? വീണ്ടും തിരിച്ചു. സാർ മൊത്തം പറയണോ അതോ? ഞാൻ ചോദിച്ചത് ഇവിടെ നമ്മൾ ആദ്യം ഏത് ടേമിനെ ഏത് ടേം വെച്ച് ഡിവൈഡ് ചെയ്യും? സാർ ഫസ്റ്റ് ടേമിനെ. ഫസ്റ്റ് ടൈം ആരാ? ഫസ്റ്റ് ടൈം ആരാ? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ അല്ല, എക്സ് ക്യൂബ്. ആ അതന്നെ ചോദിക്കുന്നത്. എക്സ് ക്യൂബ്. എക്സ് ക്യൂബിനെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഇന്നലെ പഠിച്ചാണ് കേട്ടോ, അല്ലെ അഫ്നിത? എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് പഠിച്ച വാല്യൂ ഓർക്കുക. ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ബിക്കോസ് 1x ഗെറ്റ് ക്യാൻസൽ. നമുക്ക് അവിടെ എക്സ് സ്ക്വയർ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. അപ്പൊ ഡിവിഷൻ എന്നുള്ള പണി അവിടെ കഴിഞ്ഞത്. ഫസ്റ്റ് ടേം ഓഫ് ദ ഡിവിഡൻഡ് ഈസ് ഡിവൈഡഡ് വിത്ത് ഫസ്റ്റ് ടേം ഓഫ് ദ ഡിവൈസർ. ഓക്കെ, ഇത് കഴിയുമ്പോ വാട്ട് നെക്സ്റ്റ്? അടുത്ത എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ച ഡൗൺ ബേസിൽ 1 സ്റ്റെപ്പ് കഴിഞ്ഞാൽ? Sir, multiply the divisor with the quotient obtained and subtract the answer from ഈ the divisor. കിട്ടിയിരിക്കുന്ന കോഷ്യന്റിനെ the quotient should be multiplied with the divisor. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. കോൺഫിഡന്റ് ആണെങ്കിൽ നേരെ എഴുതാം കേട്ടോ, നിങ്ങളുടെ ചോയ്സ് ആണ്. സോ ഹിയർ വി ഷുഡ് മൾട്ടിപ്ലൈ എക്സ് പ്ലസ് 3 വിത്ത് എക്സ് സ്ക്വയർ. എന്നാ മൾട്ടിപ്ലൈ നോക്കട്ടെ സാബിത്ത്, വേഗം പറഞ്ഞേ, സ്പീഡ് ആവട്ടെ. x square plus 3. എക്സ് സ്ക്വയർ അല്ലല്ലോടാ, x cube ആ എക്സ് ക്യൂബ് plus 3. പ്ലസ് 3 ഉള്ളോ? 3x. എക്സ് ക്യൂബ് പ്ലസ് ചിന്തിക്കുക, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറും 3 ഇൻറ്റു എക്സ് സ്ക്വയറും. 3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്താ? 3x square. 3x സ്ക്വയർ. അത് നമ്മൾ എന്ത് ചെയ്യും? നോർമലി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ എടുത്ത് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ. സബ്ട്രാക്ട് എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ഗെറ്റ് ക്യാൻസൽഡ്, എഴുതണമെന്നില്ല. 7x സ്ക്വയർ മൈനസ് 3x സ്ക്വയർ ഗീവ്സ് 4x സ്ക്വയർ. നൗ റിമൈനിങ് ടേംസ് എടുത്ത് എഴുതും. സോ ദിസ് ഈസ് ദ ന്യൂ ഡിവിഡൻഡ്. ഇപ്പൊ ഇവരാണ് നമ്മുടെ പുതിയ ഡിവിഡൻഡ് കേട്ടോ. ദിസ് ഇസ് ദ ന്യൂ ഡിവിഡൻഡ്. Here also we should perform the same step. Appo Jayashankar ennu paray, here which term should be divided with which term? Sir, 4x square divided by x. 4x square should be divided with x. 4x square by x. Karanam 4x square is the highest degree term here. Divide with x. Addition answer എന്താ ദിയ കത്തിജ? 4x square with x ന്റെ x ആണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അതിന് 4x, 4 മാറ്റില്ല. x square and x, 1x get cancelled, we get 4x. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4x. ഞാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കേക്കട്ടെ. അല്ല, what we should do? Multiply the divisor with the new quotient. X plus 3 should be multiplied with 4x. ഒന്ന് പറയാം, on multiplication what is the answer obtained in Nessel on multiplying? Yes, sir. What is the answer obtained on multiplication? x3 plus x cube, x cube plus 4x into x alda first. 4x into x. What is 4x into x? 4x cube. 4x cube varu. 4x into x. 4x into x. 4x square. 4x square. Bagi. 4x square Plus. x cube. തെറ്റിക്കാണ് മിസ്റ്റേക്ക് വരാണ്. കെയർലെസ് ആവല്ലേ. രണ്ടാമത് ആരൊക്കെ മൾട്ടിപ്ലൈ ഉണ്ട്?
x into 4x ചെയ്തു. ഇനി ആരെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 3 into 4. 3 into 4x. എത്ര 3 into 4x? 7. 3 into 4 7 ആണോ? 7x. എടാ 7 3 അല്ല, into 21x. 12x. 12x. So നമുക്കിവിടെ 4x square plus 12x is subtraction. Subtracting 4x square and 4x square we get 0. 11x minus 12x. എന്തായിരിക്കും അമാൻ ഷഹീർ? 11x minus 12x. Negative x. Negative x. കാരണം 11x and 12x are subtracting, we get negative x plus 20. Negative x plus 20. Now we should divide which term with which term? Amal Mohammed. So we should divide. ഇത് ചോക്കട്ടെ, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആൻസർ എന്താ? ഇപ്പൊ നിലവിൽ നമുക്ക് വന്നിരിക്കുന്ന ഫൈനൽ എന്താ? minus negative x plus 20. Negative x plus 20. Divisor ആരാ? Divisor x plus 3. So which term should be divided with which term? 3. Which term should be divided with? by Minus x. X divided by minus x അല്ല, minus x divided by x. Minus x divided by x. Minus x when divided by x. What happens on the പറയാം Sandra? We get minus 1. X and x get cancelled and we will get minus 1. So negative 1 is the quotient. We should multiply x plus 3 with negative 1. We get minus x minus 3. So here minus x minus 3. Subtraction negative വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം ട്ടോ. Here we should subtract negative x plus 20 and negative x minus 3. So first നമുക്ക് എന്താ വരാൻ നോക്കി? Minus x minus minus x. Minus x plus x ആവും 0 ആയിട്ട്. അടുത്തത് 20 minus minus 3. 20 plus 3 വരും 23. കണ്ടോ? Now there is nothing to divide. Division complete ആയി. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരായിരിക്കും. So we will write in this case, നമ്മൾ പറയും in the given example, quotient is x square plus 4x minus 1 and the remainder is 23. ഇതാണ് ഡിവിഷന്റെ റൂൾ. ഫസ്റ്റ് സെക്കൻഡ് ഇതാണ് ഡിവിഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്സ്. അപ്പോൾ ഒറ്റത്തവണ അതിന്റെ ഒരു കോമൺ കേസ് ഞാൻ പറയാണ്. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഓർഡർലി അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് ടൈം ഓഫ് ദ ഡിവിഡൻഡ് ഷുഡ് ബി ഡിവൈഡ് വിത്ത് ഫസ്റ്റ് ടൈം ഓഫ് ഡിവൈസർ. ഒരു കോഷ്യന്റ് കിട്ടും. ആ കോഷ്യന്റ് ഡിവൈസർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ഡിവിഡൻഡ് ഒന്ന് ചെറുതാവും. നോക്കി, നമുക്ക് നിലവിലുണ്ടായിരുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു, എ ബിഗ് വൺ. ഓൺ ദ ഫസ്റ്റ് സബ്ട്രാക്ഷൻ അവൻ എന്തായി? ചെറുതായി. കണ്ടോ? ടേംസിന്റെ എണ്ണം കുറഞ്ഞു. നൗ ഈ കിട്ടിയിരിക്കുന്ന ഡിവിഡൻഡിൽ വീണ്ടും ഡിവിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും. സെയിം സ്റ്റെപ്പ് കണ്ടക്ട് ചെയ്യും. ഫസ്റ്റ് ടൈം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും, കോഷ്യന്റ് എഴുതും, കോഷ്യന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. പുതിയ ഡിവൈസർ, പുതിയ ഡിവിഡൻഡ് കിട്ടും. കുറച്ചുകൂടെ ചെറുതായി. ഓരോ സ്റ്റെപ്പിലും ഡിവിഡൻഡ് ചെറുതായിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ? ഓരോ സ്റ്റെപ്പിലും ഡിവിഡൻഡ് ചെറുതായി വരും. ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജ് ഡിവിഷൻ കംപ്ലീറ്റ് ആവും. ആ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസറിനേക്കാൾ ഡിഗ്രി കുറഞ്ഞ ഒരു ആൻസർ ആയിരിക്കും നമുക്ക് താഴെ കിട്ടുക. ദെർ വി ക്യാൻ സ്റ്റോപ്പ് ദ ഡിവിഷൻ. ഇതാണ് ഡിവിഷന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്സ് നമുക്ക് ബൈഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. എളുപ്പമുള്ള പണിയല്ല, ബൈഹേർട്ട് ചെയ്യൽ നടക്കില്ല. നമുക്ക് ആ ഒരു ഓർഡർ പിടികിടണം. അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഫസ്റ്റ് ചോദിച്ചോ, ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് ചോദിച്ചോട്ടെ. ക്ലിയർ ആണോ? ഫസ്റ്റ് മോനെ കേട്ടില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ കിട്ടിയെന്ന് പറയാമോ? ലാസ്റ്റ് സ്റ്റെപ്പ് ഉദ്ദേശിച്ചത് നെഗറ്റീവ് എക്സ് പ്ലസ് 20 മൈനസ് എക്സ് മൈനസ് 3 എന്നുള്ള സ്റ്റെപ്പ് ആണോ? നെഗറ്റീവ് എക്സ് പ്ലസ് 20 ഒരു കിട്ടിയത്. ഇതിന്റെ ലാസ്റ്റ് നെഗറ്റീവ് മൈനസ് 3 എങ്ങനെ കിട്ടുന്നു? ഇത് ഇവരെ മൾട്ടിപ്ലൈ ചെയ്യണം. നൗ ദ ഡിവൈസർ ദ കോഷ്യന്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന -1 അല്ലേ ഡിവൈഡ് ചെയ്തപ്പോ? അതെ, -1 അല്ലേ നമുക്ക് കിട്ടിയ ഡിവൈഡ് ചെയ്തപ്പോ? ഈ കിട്ടിയിരിക്കുന്ന കോഷ്യന്റിനെ ഡിവൈസർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹോൾ ടേം ബിക്കംസ് നെഗറ്റീവ്. -1 into x minus x minus 1 into 3 minus 3.
ഇതില് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു വെച്ച പോലെ എക്സാമ്പിൾസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സംഗതി ക്ലിയർ ആവും. അല്ലാതെ ക്ലിയർ ആവില്ല കേട്ടോ. ഇറ്റ് വിൽ ബി ക്ലിയർ ഓൺലി ബൈ കംപ്ലീറ്റിംഗ് സം മോർ എക്സാമ്പിൾസ്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ എത്ര എക്സാമ്പിൾ ആണെങ്കിലും ബോർഡിൽ പറഞ്ഞാലും അതിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ ക്ലാരിറ്റി ആവും. ഓക്കെ, ഒരു എക്സാമ്പിളൊക്കെ പോയാലോ? ഷാൽ വി? റൈറ്റ്, നിങ്ങൾ ചെയ്യാം കേട്ടോ. എക്സാമ്പിൾ 4x square plus 9x plus 15 divided by x plus 2. Try the way. കോമൺ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. ഓർഡർ ആണോ നോക്കുക. ഫസ്റ്റ് ടൈം വിത്ത് ഫസ്റ്റ് ടൈം ഡിവൈഡ് ചെയ്യുക. കോഷ്യൻ ഡിവൈസ് വെച്ച് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുക. പുതിയ ഡിവിഡന്റ് കിട്ടും. സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. ദാറ്റ്സ് എ കോമൺ പ്രൊസീജിയർ. ഫസ്റ്റ് വൺ ഒന്ന് പറഞ്ഞ എങ്ങനെ ചെയ്തു ഒന്ന് ആകാശം ഒന്ന് പറയണേ കേക്കട്ടെ. സാറേ ചെയ്യുന്നുള്ളൂ. അല്ല പറഞ്ഞോ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് മറ്റേ ഡിവിഡന്റ് സെയിം ആണോ നോക്കണം. ഡിവിഡന്റ് സെയിം ആണോ? ഡിവൈസർ ഓർഡറിലാണോ നോക്കണം. ഫസ്റ്റ് ഓർഡറിലാണോ നമ്മൾ ചെക്ക് ചെയ്തു? ഓർഡറിലാണോ? അതെ സാർ, ഓർഡറിലാണ്. ശരി, ഇനി എന്താ ചെയ്യേണ്ടത്? ഓർഡറിലാണെങ്കിൽ വാട്ട് നെക്സ്റ്റ്? എക്സ് അത് എഴുതാം. x+2 എന്ന് പറഞ്ഞ് എഴുതണം. എക്സ്പ്രസ് എങ്ങനെ ലോങ് ഡിവിഷൻ ഇല്ല, അത് എഴുതി. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? അതുപോലെ സ്റ്റെപ്പ് ആണോ? അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടൈം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആകാശയെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ലല്ലോ. ആകാശയെ ഇന്നലെ ഞാൻ പറഞ്ഞതും ഇപ്പൊ ചെയ്ത എക്സാമ്പിൾസ് ക്ലാരിറ്റി ആയിട്ടില്ലല്ലോ. ഫസ്റ്റ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ? രശ്മി ഒന്ന് പറഞ്ഞ എന്താ മെത്തേഡ് എന്താ? ഹയസ്റ്റ് ഡിഗ്രി. ഈ എക്സാമ്പിൾ നമ്മൾ ഏത് ടൈമിനെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 4x square divided by x. 4x square should be divided with x. അപ്പൊ എന്താ കിട്ടുക? 4x എന്ന് കിട്ടും. എന്നിട്ട് then 4x I want to multiply with x plus 2. all time നമ്മൾ multiply ചെയ്യണം. so we get here 4x square. നിങ്ങൾ ഡിവിഷൻ ഇങ്ങനെ മാറ്റി ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് എഴുതാം കേട്ടോ. on dividing you will get 4x. അപ്പൊ നമ്മൾ ഇവിടെ 4x എഴുതുന്നു. now the quotient should be multiplied with the divisor. x plus 2 into 4x. 4x into x becomes 4x square. 4x into 2 becomes 8x. നമ്മൾ എടുത്ത് എഴുതും 4x square plus 8x. subtracting x plus 15. ഇനി what next എന്ന് പറയാം? അമൽ മുഹമ്മദ് അടുത്ത സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേ. Sir, next x into x. x into x. X divided by x. x divided by x.
നിലവിൽ നമുക്കിരിക്കുന്ന ന്യൂ ഡിവൈസർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡിവിഡൻഡ് എക്സ് പ്ലസ് 15 ആണ്, ഡിവൈസർ എക്സ് പ്ലസ് 2 ആണ്. അപ്പൊ ഡിവിഡൻഡിന്റെ ടേമും ഡിവൈസറുടെ ടേമും ഡിവൈഡ് ചെയ്യുക, എക്സ് ബൈ എക്സ് എന്ത് കിട്ടും? എക്സ് ബൈ എക്സ് വിൽ ബി 0. എക്സ് ബൈ എക്സ് വിൽ ബി 0. X into x by x is equal to x by x 10 by 10 എത്രടാ? 10 by 10 1. 1. 5 by 5 ഓ? 1. 6 by 6 ഓ? 1. അപ്പൊ x by x ഓ? 1. എന്താ സംശയം? ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള എക്സ് ബൈ എക്സ് 1 ആണെന്നൊക്കെ ഉള്ള ഇഫ് യു ഹാവ് ഡൗട്ട് യു ജസ്റ്റ് നോട്ട് ഡൗൺ. Yes, sir. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, അതിൽ നമ്മൾ ഒരു മടിയും വിചാരിക്കണ്ട. സോ 1 കിട്ടി. Now again multiply ചെയ്യുന്നു. So x plus 2. X plus 2 subtracting 15 minus 2 13. Further നമ്മൾ ഇനി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? Is there further division needed? Say no. നമുക്ക് എടുത്ത് എഴുതാം therefore quotient remaining. Clear ആണല്ലോ അല്ലേ everyone? Okay. Next example. ശ്രദ്ധിച്ച് ചെയ്യണോ? 8x square plus 11x plus 12 divided by x minus 3. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. x minus 3. കാൽക്കുലേഷൻ പോലെ ശ്രദ്ധിക്കണം, മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നെഗറ്റീവ്സ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആവണം, ഇനി നമുക്ക് മിസ്റ്റേക്സ് വരും. ശ്രദ്ധിച്ചു വേഗം. മെത്തേഡിന് യാതൊരു ഡിഫറൻസും ഇല്ലാട്ടോ, നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ഡിവൈഡ് ചെയ്ത് വരും. സബ്ട്രാക്ഷൻ പാർട്ട് ശ്രദ്ധിക്കണം, അതിലാണ് നമുക്ക് തെറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. റയാൻ കംപ്ലീറ്റ് ആയോ? സർ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഫൈൻ. കുര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആരെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ? ഫസ്റ്റ് 8x square divided by x. അപ്പൊ എന്താ കിട്ടുക? 8x. 8x no way. First we should divide 8x square with x. നമുക്ക് ലോങ് ഡിവിഷൻ തന്നെ നമ്മൾ എഴുതുകയാണ്. 8x square 8x square plus 11x plus 12 divided by x minus 3. 8x ശരി. എന്നിട്ട് കുര്യൻ പിന്നെ 8x into x minus 8x into x minus 3 എന്ത് വന്നു? 8x square minus 21x. 21 ആണോ? 8 into 3 24. 24.
So നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നാമത് 8x square is divided with x, we get 8x, followed by multiplying the quotient with the divisor. 8x into x become 8x square, minus 8x into 3 become 24x. Now subtraction. Mistakes വരുമെന്ന് എനിക്ക് തോന്നുന്ന സാധ്യതയുള്ള ഒരു പോർഷൻ. Grigor എന്ന് പറയുമ്പോൾ subtracting what is obtained? Grigor. Mohammed Fawaz പറയണ on subtracting. Sir. 0. 0. 13x. അവിടെയാണ് ഞാൻ പറയാം മിസ്റ്റേക്ക് വരും. അഡീഷൻ അല്ല, ഇത് സബ്ട്രാക്ഷൻ. അഡീഷൻ ആണെങ്കിൽ -13 വരിക. ഇത് സബ്ട്രാക്ഷൻ. ഒന്നോടെ നോക്കി ഖദീജ ജി, വാട്ട് വിൽ ബി ദ ആൻസർ? ഖദീജ സബ്ട്രാക്ട് ചെയ്തായിരുന്നോ ഖദീജ? എന്താ ചെയ്യാത്ത? വേഗം ആവട്ടെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എത്രയാ? 13. 13 ആണോ ഫാസേ? അല്ല. മിഷാലെ ഒന്ന് പറഞ്ഞേ. മിഷാൽ. ഒന്നോടെ 3 ഒന്നോടെ എനിക്ക് ക്ലിയർ ആയില്ല. 35 is correct. നമ്മൾ രണ്ടുപേരും സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? വി ആർ സബ്ട്രാക്ടിങ് ദീസ് ടു ടേംസ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 8x square minus 8x square become 0x square. പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. സെക്കൻഡ്ലി നമുക്ക് എന്താ ഉള്ളത്? 11x, you should be very careful. 11x minus 24x. Negative of negative becomes positive. 11x plus 24x. 11x plus 24x becomes 35x. കണ്ടോ? അറിയാണ്ടോ? here നമുക്ക് കിട്ടാൻ പോകുന്നത് on subtracting it is 35x. now plus 12 is the normal പഠിച്ച പോലെ തന്നെ what we should do. അടുത്ത എന്താണെന്ന് പറഞ്ഞേ what we should do. ജോസഫ് -24 കിട്ടിയ ഏതാ? -24 കിട്ടിയ കഥ നമ്മൾ എപ്പോ കഴിഞ്ഞാണ് അതിൽ കിടക്കുന്നു. 8x into x, 8x square, 8x into -3, -24x. ജോസഫ് എന്ന് പറഞ്ഞേ. നെക്സ്റ്റ് സാർ അടുത്ത x into അല്ല x divided by 12. x divided by 12. സാർ 35x divided by 12. 35x divided by x. 35x ആണ് ഫസ്റ്റ് ടേം. x ആണ് ഡിവൈസറിൽ ഫസ്റ്റ് ടേം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? x ടൈപ്പ് 35 വരും. 35 will be the answer. So we get the next quotient as 35. Then we should multiply the quotient with the divisor. 35 into x is 35x. 35 into -3. 105. Right? So we can write it in the next step. Here also maranu povarthu subtraction aanu. 35x and 35x subtracting we get 0x. 12 minus -105. You will get 117. കിട്ടിയായിരുന്നോ? 117. Okay, so 8x plus 35 will be the quotient and 117 will be the remainder. Okay, shall try another example. Clear or not, everyone? Okay, so next example. നിങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നോട്ട് കമ്മ്യൂണിറ്റി ജസ്റ്റ് സേ. ഞാൻ വെയിറ്റ് ചെയ്തോളാം, ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ സ്പീഡ് ചെയ്യണം. 3x square, so 3x cube plus 5x square plus 7x plus 9 divided by
x square plus x plus 1. Should be a little bit careful while trying this exam. Long division തന്നെ കൃത്യമായി നമ്മൾ എടുത്ത് എഴുതുക, then proceed. ഒരു 3 minute ഒക്കെ മാക്സിമം ഉണ്ട്, അതിനുള്ള ആൻസർ കിട്ടണേ. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുന്നോട്ട് വന്നെങ്കിൽ 1 മിനിറ്റോടെ മാക്സിമം. Okay, നമ്മൾ ഏത് ടൈമിനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാ കതീജ? Which term should be divided with which one? x square, x cube divided by x. X cube അല്ലല്ലോ ഫസ്റ്റ് ടേം. 3x cube. 3x cube divided by x square. എന്താ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3x. 3x cube when divided with x square, from x cube and x square 2x get cancelled, അല്ലേ? രണ്ട് xകൾ കട്ടായി. And what remains is just an x. So we get the quotient as 3x. Now quotient കിട്ടിയാൽ വിഷ്ണു എന്ന് പറഞ്ഞ quotient കിട്ടിയാൽ ബാക്കി അടുത്ത സ്റ്റെപ്പ് എന്താ? ബാക്കി മൾട്ടിപ്ലൈ വിത്ത് ഡിവൈസ്. വെറൈറ്റി വോയിസ് ആണോ വിഷ്ണു? എന്താ പറ്റി ഇന്ന് വോയിസ് നിന്റെ മൈക്ക് എന്താ പറ്റിയെന്ന്? എനിക്ക് മാത്രല്ല, ക്ലാസ് മൊത്തം അങ്ങനെ കേൾക്കുന്നത്. നീ ഒന്ന് മൈക്ക് നമ്മുടെ ഹെഡ്സെറ്റ് ഒന്ന് അഴിച്ചിട്ട് ഒന്ന് കുത്തിപ്പിക്ക് വിഷ്ണുവേ. ഏതാ ഓണായേ? വോയിസ് ചേഞ്ചർ ഓൺ ആയിരുന്നു. അത് തന്നെ, ആരോ വോയിസ് ഇട്ടിട്ടുണ്ട്, വോയിസ് ചേഞ്ച് ഓൺ ആക്കിയിട്ട്. ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ മൊബൈലില്. സംഗതി എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞ വിഷ്ണു, ഇനി പറഞ്ഞ. അത് ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ. ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയുക ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ? അപ്പം 3x x square plus x plus 1. 3x into x square plus x plus 1. X square plus x plus 1 is the divisor. Multiply with the 3x. അപ്പൊ എന്താ കേട്ടോ? അപ്പം 3x cube plus 3x square plus 3x. 3x cube, 3x square, 3x. 3x into x square, 3x cube. 3x into x, 3x square. 3x into 1 is 3x. ഫാത്തിമ ബോക്കർ എന്ന് പറഞ്ഞ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വന്നേ? 0 0 plus 2x square
2x square plus plus 4x plus 9 plus 9. Now, അടുത്തൊന്ന് പറയാം, what the next step we should complete? Grigor ഒന്ന് പറഞ്ഞടാ, next step ഒന്ന് പറഞ്ഞേ. We divide the highest degree term. അപ്പൊ ഏത് ടൈമിൽ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം പറഞ്ഞു? We should divide. നോട്ടിലില്ലേ ഗ്രിഗറേ? നോട്ടിലില്ലേ? ബോർഡിലേക്ക് നോക്കണോ? ഹയസ്റ്റ് ഡിഗ്രി ടേം എന്ന് പറയുമ്പോൾ which term should be divided by which term? 2x cube. 2x cube ഉണ്ടോ? 2x cube ഇല്ലല്ലോ. എത്തിയിട്ടില്ല. ഹമീദ് ഒന്ന് പറഞ്ഞേ. സാർ ഇപ്പോ 2x square divided by x 2x square divided by x square gives 2. Okay. പിന്നെ 2 മറ്റേ x square plus x plus 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ കിട്ടുന്ന കോഷ്യന്റ് എന്ന് പറയുന്നത് 2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 2x square 2x plus 2. ഓക്കെ. സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ ഒന്ന് പറഞ്ഞേ. ഓൺ സബ്ട്രാക്ടിങ് നിലൂഫർ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 2 0 2 പിന്നെ 7. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x square plus 2x plus 2. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4x minus 2x is 2x, 9 minus 2 is 7. ഇനി shall we divide further? മുന്നോട്ട് പോകാൻ പറ്റുമോ? അമാൻ ഷഹീർ, shall we divide further? ഇല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ നേരത്തെ എഴുതി വെച്ച അൽഗോരിതത്തിലെ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നോക്കുന്നത്. ഫറാന്ന് പറഞ്ഞ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. Repeat the steps until degree of remainder become less than the degree of remainder become less than degree of divisor. ഡിഗ്രി ഓഫ് ഡിവൈസറിന്റെ താഴെ എത്തുന്നത് വരെ നമ്മൾ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഡിഗ്രി ഓഫ് ഡിവൈസർ, ഇതാണ് നമ്മുടെ ഡിവൈസർ അല്ലേ? ഡിവൈസറുടെ ഡിഗ്രി എത്ര? ഇൻ ദിസ് എക്സാമ്പിൾ ജയശങ്കർ, ഡിഗ്രി ഓഫ് ഡിവൈസർ ലീനിയർ ആണോ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ക്വാഡ്രാറ്റിക്. അതിന്റെ ഡിഗ്രി 2 ആണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ, എക്സിന്റെ ഹയസ്റ്റ് പവർ ഡിഗ്രി ഉദ്ദേശിക്കുന്നത്. ഹിയർ the degree of the divisor is 2. Now we obtained a term like this. Even the degree എത്രയാ ആരിഫേ? Sir, 1. Even the degree 1 ആണ്. So at this stage we can wind the division procedure. ഇനി അതിങ്ങനെ നിങ്ങൾ നോക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവിഷന്റെ ആ ഒരു സ്റ്റെപ്സ് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. കാരണം ഇവിടെ നിങ്ങൾ ഇനിയിപ്പോ സപ്പോസ് ഫർദർ നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പോവാന്നിരിക്കട്ടെ. സപ്പോസ് സാധ്യ ഒന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്താൽ തന്നെ ആരെയൊക്കെ ഡിവൈഡ് ചെയ്യണ്ടേ? സപ്പോസ് യു ആർ കണ്ടിന്യൂയിങ് 2x by x square. 2x should be divided by x square, which is not possible. അല്ലേ? കാരണം ന്യൂമറേറ്ററിൽ ഒരു x ഉള്ളൂ, ഡിനോമിനേറ്ററിൽ x സ്ക്വയർ ആ, ഡിവിഷൻ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ദാറ്റ്സ് ഓൾസോ എ ചോയ്സ്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് the quotient will be 3x plus 2, remainder will be 2x plus 7. Is the idea clear? Everyone? Okay now? Right. If so, let's try one more example. Right? So this is now x cube plus 5x square minus 8 divided with x
plus 3. എന്നോട് ഡൗട്ട് ചോദിക്കരുത്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യാം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. റൈറ്റ് നൗ നമ്മൾ ചെയ്ത മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ജസ്റ്റ് ട്രൈ. റൈറ്റ് ഓർ റോങ് ഡസന്റ് മാറ്റർ, ജസ്റ്റ് ട്രൈ ഫസ്റ്റ്. Three minute maximum auto division complete ചെയ്യാൻ 3 minute maximum. ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യാം. And my hope is when you continue to divide at a particular stage, you will face some issue. ആ ഇഷ്യൂ പല ആളുകളുടെ മുഖത്ത് ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെയ്തു വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ചിലപ്പോ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വഴിയറിയാതെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ചില ജംഗ്ഷനിലൊക്കെ എത്തുമ്പോൾ നമ്മൾ അങ്ങനെയാ അല്ലെ, ചില റൂട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ അറിയാത്ത റൂട്ടിൽ ചില ജംഗ്ഷനിൽ എത്തുമ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നേരെയാണോ എന്ന് ഡൗട്ട് വരും. അതുപോലെ ഡൗട്ട് വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ. കഴിഞ്ഞു. വെരി ഗുഡ്. ഫൈൻ. ഒരു മിനിറ്റ് കേട്ടോ. 1 more minute to try. Okay, right. നമ്മൾ നോർമൽ പ്രൊസീജിയറിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എവിടെ എത്തുമ്പോഴാണ് കുഴപ്പം വരിക നമുക്ക് നോക്കാം. സഫ്ന എന്ന് പറയാം, ഹൗ വി ഷുഡ് സ്റ്റാർട്ട്? x cube divided by x. x cube divided by x എന്താ കിട്ടുക? x square. x square will be the quotient, right? Then ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x plus 3 into x square. x plus into x square multiply ചെയ്യുമ്പോൾ x cube plus 3x. x cube plus 3x square. 3x square അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫെറോൺ സബ്ട്രാക്ടിങ് what is answer obtained? 0 plus സഫ്ന ഒരു സെക്കൻഡ് ഫെറ 2x square minus 1 x square minus 8. minus 8. 2x square minus 8 നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടാം. സോറി, ഇനി നമ്മൾ നേരെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഒന്ന് പറയാം ഹമീദ്, ഓൺ ഡിവിഷൻ കണ്ടിന്യൂയിങ് വാട്ട് വി ഗെറ്റ്? 2x square divided by x. 2x square should be divided with x. അപ്പൊ എന്താ കിട്ടുക ക്വോഷ്യന്റ് ആയിട്ട്? 2x. 2x will be the quotient. 2x square divided with the x get cancelled. 2x will be the quotient. ഇനി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒന്ന് പറഞ്ഞേ on multiplying what we will get? Jacob, on multiplying 2x square 2x square plus 6x plus 6x. 2x square subtract ചെയ്യാൻ പ്രശ്നമില്ല. എന്താണ് ഇവിടുത്തെ ഇഷ്യൂ? അജയ് തോമസ്, what is the issue here?
സാർ 2x² -8 ആ -8 ഒരു വേരിയബിൾ ഇല്ല. മൈനസ് ചെയ്യുന്ന പോർഷൻ ഒരു പ്രശ്നം. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ എക്സാമ്പിൾസും നോക്കി, ഫ്രം ഹിയർ ഓൺവേർഡ്സ് എല്ലാ എക്സാമ്പിളിലും നമുക്ക് ഈ സബ്ട്രാക്ഷൻ പോർഷനിൽ പ്ലസോ മൈനസോ കയറി വരുന്ന എന്നതിനപ്പുറത്തേക്ക് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. x³ -x³, അതുപോലെ 7x² -3x². ഇനി ഇവിടെ വന്നാൽ 4x² -4x², 11x -12x. എല്ലായിടത്തും നമുക്ക് വളരെ സ്മൂത്ത് സബ്ട്രാക്ഷൻ നടത്തായിരുന്നു. 4x² -4x², 9x -8x, x -x, 15 -2. എല്ലാ സബ്ട്രാക്ഷൻ സ്മൂത്താണ്. 8x² -8x², 11x -24x, 35x 35x, 12 105. എല്ലാ സബ്ട്രാക്ഷൻ സ്മൂത്ത് ആയിരുന്നു. ബട്ട് here we have an x term, but that term is missing here. അല്ലേ? സബ്ട്രാക്ഷൻ പ്രോപ്പർ ആയി നടത്താൻ പറ്റില്ല. Am I right? ക്ലിയർ ആയോ എവരിവൺ? എവിടെ പ്രശ്നം വന്നെന്ന് മനസ്സിലായോ? ഓക്കെ. To overcome this issue, what we will do? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ഇഷ്യൂനെ ഓവർകം ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ. നിങ്ങൾ നോക്കി, the polynomial given is x³ + 5x² -8. അല്ലേ? ഇതല്ലേ polynomial? When we look into the polynomial, actually we can convert it into standard. ഇവിടെ പവർ 3 ഉള്ള ടേം ഉണ്ട്, ശരിയല്ലേ? Also there is a term with the power 2. Am I right? പവർ 1 ഉള്ള ടേം അവിടെ ഉണ്ടോ? In the question, Zara, പവർ 1 ഉള്ള ടേം ഉണ്ടോ? ഇല്ല. The term with the power 1 is missing. So നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? We will rewrite the polynomial as x³ + 5x² plus 0x -8. Suppose a term is missing or a term is not present, we will put it as 0. Square term illathengil 0x² nu, x term illathengil 0x nu. The same thing is applicable in the case of divisor also. Ipo divisor namukku thanirikkunna ingane thanirikkate, x² + 3 thanirikkate, x² + 3. ഇങ്ങനെ ഡിവൈസർ തന്നാൽ ഇവിടെ ഏത് ടൈം മിസ്സിംഗ് ഉള്ള? x² + 3 തന്നാൽ ഷയാൻ ഏത് ടൈം മിസ്സിംഗ്? x² + 3 എന്ന് തന്നാൽ അല്ല, ക്യൂബ് പ്രശ്നമില്ല, ഹയർ ഡിഗ്രി പ്രശ്നമില്ല. ഇവിടുന്ന് ലോവർ ഡിഗ്രീസിലേക്ക് നോക്കിയാൽ മതി. അവിടെ നമ്മൾ ചെയ്യുമ്പോ ഈ ആൾ നമ്മൾ എങ്ങനെ റിറൈറ്റ് ചെയ്യുന്ന അറിയോ? x² + 0x + 3 ഇങ്ങനെ നമ്മൾ മാറ്റി. അതിപ്പോ ഡിവിഡൻഡിലാണെങ്കിലും ഡിവൈസറിലാണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണോ? In dividend or in divisor it is applicable. ഇവിടെയാണെങ്കിലും if a term is missing, we should write it as 0x or 0x², whatever it means. പിടിയോ? സോ നമ്മുടെ ഡിവിഷൻ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ടേം ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. വേറെ വ്യത്യാസമൊന്നുമില്ല. സോറി, ഞാൻ പറയാം വിഷ്ണു ഒരു സെക്കൻഡ്. അപ്പൊ നമ്മളിവിടെ 0x എന്ന ടേം കൂടി ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ. 0x -8 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0x -8. Now on subtracting, 2x² - 2x² becomes 0x², 0x -6x, -6x വരും, -8 വരും. Now we can continue. -6x divided by x gives -6. So x + 3 into -6 gives -6x -18. We can write it here. Subtracting -6x -6x 0 ആയി പോവും, -8 -18. It becomes -8 + 18, which is equal to 10. So this one will be the quotient, this one will be the remainder. This is how we will perform that division. So if a term is missing, we should put it as 0. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ സബ്ട്രാക്ഷൻ പോർഷൻ ഒക്കെ കൺഫ്യൂഷൻ. Is it okay? Right. 5x² - 3x² 2 അല്ലേ? 5x² - 3x² 2x² ആണ്. പക്ഷെ x² പോലും ഇല്ലല്ലോടാ, ഒരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 5x² 3x² സബ്ട്രാക്ഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി
അപ്പൊ നമ്മള് 8x മൈനസ് 5x ചെയ്യാം. അപ്പൊ ആൻസർ 3 ആണോ 3x ആണോ? 3x. എന്താ 3x ആവുന്ന x വെച്ചും പോകില്ലേ? അവിടെയാണ് നമ്മൾ ആ പോയിന്റ് കിടക്കുന്നത്. അതായത് ഫ്രം 5x സ്ക്വയർ വി ആർ സബ്ട്രാക്ടിങ് 3x സ്ക്വയർ. ശരിക്കും അതിന്റെ ഒരു ലോവർ ക്ലാസിന്റെ ലോജിക്ക് പറയുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ 5x സ്ക്വയർ ഉണ്ടെങ്കിൽ 1 2 3 4 5 ഇതിൽ നിന്ന് 3x സ്ക്വയറിനെ സബ്ട്രാക്ട് ചെയ്യുന്നു, 3 പേരെ ഒഴിവാക്കുന്നു. 3 പേരെ ഒഴിവാക്കും. ബാക്കി എന്താ വരിക? ബാക്കി 2x സ്ക്വയർ. അതിന് 2x സ്ക്വയർ. ഓക്കെ സാർ. വേറെ anyone any doubts connecting? ഈ അവസാനം 10 എങ്ങനെയാണ്? 6x മൈനസ് 6x മൈനസ് 8 0 അല്ലേ? മൈനസ് 6x മൈനസ് 6x നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴേ ശരിക്കും അതിന്റെ കംപ്ലീറ്റ് സബ്ട്രാക്ഷൻ പറഞ്ഞാൽ ഇങ്ങനെയാ വരും. മൈനസ് 6x മൈനസ് 8 സബ്ട്രാക്ടിങ് മൈനസ് 6x മൈനസ് 18. അപ്പൊ ശരിക്കും നെഗറ്റീവ് 6x നെഗറ്റീവ് 8 നെഗറ്റീവ് ബ്രാക്കറ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ബിക്കം പോസിറ്റീവ്, നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ബിക്കംസ് പോസിറ്റീവ്. കണ്ടോ? മൈനസ് 6x 18 ആണ്. വേറെ anyone any doubts? നെഗറ്റീവ് ടെന്നല്ലേ വരണ്ടേ? അല്ലോടാ നെഗറ്റീവ് 8 എന്ന് പറയുമ്പോൾ മൈനസ് വരുമ്പോൾ പോസിറ്റീവ് ആവില്ലേ? ഇതിൽ കിടക്കുന്നു നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആവില്ലേ? ചെറിയ സംഖ്യയിലെ മുകളിൽ കിടക്കുന്നത്. പ്രവാസി ഞാൻ ചോദിച്ചത് മൈനസ് 8 മൈനസ് 18 എന്നല്ലേ വരുന്നേ? അവർ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആവില്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്താ? 10 is the answer. എന്തായാലും നമ്മുടെ കോഫി ഒക്കെ എത്തിയോ? കോഫി ബ്രേക്ക്. ഇറ്റ്സ് എ ടൈം ഫോർ അവർ കോഫി ബ്രേക്ക്. വീഡിയോസ് ഓഫ് ചെയ്ത് എല്ലാവരും സ്ട്രെച്ച് ചെയ്ത് ഇരിക്കല്ല എല്ലാവരും എവ്രിവൺ എല്ലാവരും എഴുന്നേൽക്കണം. ഇരുന്നാൽ പറ്റില്ല, എഴുന്നേൽക്കണം, ഇരിക്കാൻ പറ്റില്ല. യു ഷുഡ് സ്റ്റാൻഡ് അപ്പ്. ഓക്കെ വീഡിയോസ് ഓൺ ചെയ്തോ. ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണോ? ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്യും. ഒന്ന് എഴുന്നേറ്റ് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് ഒരു കപ്പ് ഓഫ് കോഫി ഒക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ റൈറ്റ്. അപ്പൊ ഏകദേശം നമ്മളുടെ ഡിവിഷൻ അൽഗോരിതത്തിന്റെ എല്ലാ പോയിന്റ്സും അല്ലെങ്കിൽ എല്ലാ ഫീൽഡും നമ്മൾ അത്യാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിന്റെ വേറെ 1-2 സ്പെഷ്യൽ കേസ് ഉണ്ട് കേട്ടോ. ദാറ്റ് വി വിൽ ഡിസ്കസ്. ഒന്ന് എടുത്തേ എവരിവൺ. എക്സസൈസ് 2.3 എടുത്തേ. പേജ് നമ്പർ 36 ട്ടോ. പേജ് നമ്പർ 36. വേഗം നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കണം. പേജ് 36. എക്സസൈസ് 2.3 ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാൻ പോവില്ല, അതുകൊണ്ടാണ്.
Try ചെയ്യുമ്പോഴേ first you should try the second question. Second one try ചെയ്യാം. Then first one try ചെയ്യാം. Second one, then first one. After that, third one. Third one നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു എക്സാമ്പിൾ ആണ്. Second question ആദ്യം കേട്ടോ. X raised to 4 ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 4 മിനിറ്റ് മാക്സിമം ഉണ്ട്. 1 മിനിറ്റിൽ അത്യാവശ്യം അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. Thirty seconds or under fundamentals clear in 30 seconds. Okay, on the barney. Even the first what we should do, Don Basil. First what we should do in this question. Sir. X raised to 4 divided by x square. Then നമ്മൾ ഡിവൈഡ് ചെയ്യണം. വേറെ നമ്മൾ വേറെ മാറ്റം ഒന്നും ഇതിൽ വരുത്തേണ്ടതില്ല. Okay, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക പറഞ്ഞേ കേൾക്കട്ടെ. X square. X square. Then X square. Then x square into x square plus 1 minus x. X square plus 1 minus x നമ്മൾ ചെയ്തു. X square plus 1 minus x എന്നാണ് എഴുതി. X square plus 1 minus x. X square plus 1 minus x എഴുതിയ കുഴപ്പമാണ്. എന്താണ് ഡോണെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് x square minus x plus 1. x square minus x plus 1. ശരി, മൾട്ടിപ്ലൈ എന്താ കിട്ടുക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x cube minus x raised to 4 minus x raised to 4 minus x plus x raised to 4 minus x raised to 4 minus x അല്ല, x square minus x. എന്നാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ ഡോണേ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1-നെ എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ഡോൺ ബേസിൽ? കോഷ്യന്റ് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് ഡിവൈസറിനെ നമുക്ക് ഈ കിട്ടിയ കോഷ്യന്റുമായി മൾട്ടിപ്ലൈ ചെയ്യണ്ടേ?
എന്താ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാ? നെഗറ്റീവ് എക്സ് ക്യൂബ്. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 കിട്ടി. ബാക്കി പറ. എക്സ് സ്ക്വയർ ഇൻറ്റു നെഗറ്റീവ് എക്സ്. അപ്പൊ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ നെഗറ്റീവ് എക്സ് എന്താ? നെഗറ്റീവ് എക്സ് ക്യൂബ്. നെഗറ്റീവ് എക്സ് ക്യൂബ്. അബ്സല്യൂട്ട്ലി. അടുത്തത് പ്ലസ് വൺ എക്സ് സ്ക്വയർ. പ്ലസ് 1x സ്ക്വയർ ഓർ സിംപ്ലി എക്സ് സ്ക്വയർ. ഇത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ഇനി ആലോചിച്ച് നോക്കിയിടാ മുന്നോട്ട് ഇത് ചെയ്യാൻ പറ്റും ഇങ്ങനെ വന്നാൽ. ഇസ് ഇറ്റ് പോസിബിൾ ടു കംപ്ലീറ്റ്? കിട്ടോ വിശാലേ? ഇങ്ങനെ പ്രൊസീജർ മുന്നോട്ട് കിട്ടോ? മുന്നോട്ട് കിട്ടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് കിട്ടണമെങ്കിൽ? മൈക്ക് അടുപ്പിച്ചുകൂടി. അജയ് 1 സെക്കൻഡ്. മൈക്ക് അടുപ്പിച്ചുകൂടി. വിശാലെ മൈക്ക് ലിപ്പോട് ചേർത്ത് വെച്ചിട്ട് പറ. ഹലോ. വിശാലെ പറ. എക്സ് സ്ക്വയർ വെച്ചിട്ട് ഇറക്കി എഴുതിട്ട്. അതെ, ഇറക്കി എഴുതാൻ പോകുമ്പോഴുള്ള പ്രശ്നം ചോദിച്ചാൽ എക്സ്പ്രഷൻ നമ്മൾ ഇറക്കി എഴുതാൻ പോകുമ്പോൾ 3x സ്ക്വയറും ഇവിടെ എക്സ് ക്യൂബ് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം? ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല, നിങ്ങൾ എഴുതിയിട്ടില്ല. നിങ്ങളുടെ വേർഡ്സ് എഴുതി വെക്കുന്ന പറയുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടില്ല. അതിന്റെയാണ് ഇപ്പൊ ഇവിടെ കിടന്ന് തപ്പുന്നത്. ഇപ്പോൾ ഇവിടെ കിടന്ന് കൺഫ്യൂഷൻ വരുന്നത് ആ പോയിന്റ് കൃത്യമായിട്ട് എഴുതാത്തോണ്ടാ. സ്ഥാപിത് എന്താ ചെയ്യണ്ടേ? എക്സ് റേസ് ടു 4 കഴിഞ്ഞിട്ട് 0 ഒരു 0 കൊടുക്കണം. 0x ക്യൂബ് കൊടുക്കണം. തൊട്ട് മുന്നേ ഈ ക്വസ്റ്റ്യൻ നമ്മളത് ചെയ്തു. ഇതേ കിടക്കുന്നു 0x എന്നൊരു ടേം നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. തന്നിരുന്ന ക്വസ്റ്റ്യനിൽ ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, സ്ക്വയർ ടേം ഉണ്ട്, എക്സ് ടേം ഇല്ല. നമ്മൾ 0x എന്ന് കൊടുത്തു. The same thing should be applied here also. ആ സ്റ്റെപ്പ് നിങ്ങൾ മറന്നുപോയി, അത് എഴുതി വെച്ചില്ല. സ്റ്റെപ്പ് മറന്നു പോയിന്റ് ഇപ്പൊ നമ്മൾ ഇവിടെ കൺഫ്യൂസ്ഡ് ആയി പെട്ട് നിൽക്കുന്നു. We should rewrite the polynomial. നമ്മൾ പോളിനോമിയൽ ഒന്ന് ക്ലിയർ ആക്കി മാറ്റി എഴുതണം. എക്സ് റേസ് ടു 4 എന്ന ടേം ഉണ്ട്, ഫൈൻ. ആ ടേം നമുക്കുണ്ട്, കുഴപ്പമില്ല. എക്സ് ക്യൂബിന്റെ ടേം ഇല്ല, സോ വി റൈറ്റ് 0x ക്യൂബ്. എക്സ് സ്ക്വയർ ടേം ഉണ്ട്, എക്സ് ടേം ഉണ്ട്, കോൺസ്റ്റന്റും ഉണ്ട്. ദെൻ ഡിവൈഡഡ് ബൈ. ഡിവിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിവിഡൻഡ് ആൻഡ് ഡിവൈസർ ഷുഡ് ബി ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ. ഓർഡർ നോക്കുമ്പോ ഡിവൈസറിൽ എക്സ് സ്ക്വയർ ഈസ് ദർ, ഫൈൻ. എക്സ് ടേം കിടക്കുന്ന മൂന്നാമത്, അവൻ അവിടെ കൊണ്ടിടാൻ പറ്റില്ല, രണ്ടാമത് ഇടണം. ഇപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നല്ല ഫോർമാറ്റ്. ഇനിയാണ് ഡിവിഷൻ തുടങ്ങേണ്ടത്. ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ഡിവിഷനിലേക്ക് നമ്മൾ കയറേണ്ടത്. ഇതിനു മുമ്പ് ഡിവിഷനിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ തെറ്റും. 100% ഉറപ്പാണ് തെറ്റും. ഇത്രയും കാര്യം കൃത്യമാക്കിയിട്ട് ഡിവിഷൻ തുടങ്ങാവൂ. ഇതൊക്കെ നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കേണ്ട കാര്യങ്ങളാണോ. ഞാൻ പറഞ്ഞു, ഇത് എത്ര ക്വസ്റ്റ്യനിൽ ഞാനിങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് അത് ക്ലിയർ ആകണമെങ്കിൽ യു ഷുഡ് റൈറ്റ് ഇൻ യുവർ ഓൺ നോട്ട്സ്. അതൊരു വഴിയില്ല, അതിന് നിങ്ങളുടെ വേർഡ്സ് നിങ്ങൾ എഴുതി വെക്കണം. സോ വി ഗെറ്റ് ഡിവിഷൻ വിൽ ബി എക്സ് റേസ് ടു 4 plus 0x cube minus 3x square plus 4x plus 5 divided by x square minus x plus 1. Now നമ്മളുടെ ലോങ് ഡിവിഷൻ നോർമൽ മെത്തേഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകും. ഓരോ ടേമിനും ഡിവൈഡ് ചെയ്ത് പോകാം. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ്. നമുക്കതിനെ കുറിച്ച് നല്ല ധാരണ വേണം. ഹൗ ടു സ്റ്റാൻഡർഡൈസ്. എന്നിട്ട് നമ്മൾ ചെയ്യാവൂ, എന്നിട്ട് നമ്മൾ സ്റ്റെപ്സ് ചെയ്ത് തുടങ്ങാവൂ. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റുന്നേ, ഒരു സംശയമുണ്ട്, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇത്രയും മിനിറ്റിലൊക്കെ എനിക്ക് കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. കംപ്ലീറ്റ് ആയത് ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നമ്പർ 2 പോകണം. സോറി 1 പോകണം. ഫസ്റ്റ് 1 ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യും.
സാർ പറയ് ജയശങ്കർ. ഡിവൈസറിലും സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ 0 എടുക്കണം. തീർച്ചയായിട്ടും വേണം. ഡിവൈസറിൽ ടേം ലിസ്റ്റിംഗ് നമ്മൾ അവിടെ 0 കൊടുക്കണം. സ്റ്റാൻഡർഡൈസേഷൻ ഡിവിഡൻഡിലും ഡിവൈസറിലും അപ്ലൈ ചെയ്യേണ്ട കാര്യം. ഡിവിഡൻഡിലും ഡിവൈസറിലും അപ്ലൈ ചെയ്യണം. നൈഫ് എന്ന് പറഞ്ഞേ. നൈഫ് എങ്ങനെ നമുക്ക് ഡിവിഷനിലേക്ക് എത്താൻ പറ്റുക? ഫൈനൽ ആൻസർ വേണ്ട, എത്തിയ അത്രയും കിട്ടിയാൽ മതി. പറഞ്ഞോ സാറേ. ആൻസർ എനിക്ക് കിട്ടിയില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഈ സ്റ്റാൻഡർഡൈസ് ചെയ്ത് തുടങ്ങിയോ? ഏത്? പോളിനോമിയലിന്റെ ഡിവിഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയില്ലേ? എക്സ് സ്ക്വയർ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ് റേസ് ടു 4 is the highest power, എക്സ് സ്ക്വയർ is the highest power of divisor. ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. എന്നിട്ട് അപ്പോ എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 3 പ്ലസ് എക്സ് സ്ക്വയർ. കറക്റ്റ് ആണ്, ഒരു സംശയമില്ല. ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഓവർ കോൺഫിഡന്റ് ആയി കൊണ്ടുപോയി തെറ്റിക്കരുത്. എക്സ് സ്ക്വയർ ഇൻറ്റു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ. x square into x square become x raised to 4 minus x square into x become x cube plus x square into 1 become x square. Minus x cube plus x square. Now we should perform the subtraction. X raised to 4 minus x raised to 4 get cancelled. Next we have 0x cube minus x cube. എന്താണ് വരിക അഫ്നിദ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സീറോ എന്നുള്ള ഫസ്റ്റ് വൺ. എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 4 0 ആവും. സെക്കൻഡോ x raised to 3. x raised to 3 ബാക്കി x raised to 3. minus 3x square minus x square. ചെയ്തില്ല, കിട്ടിയില്ല. 4x square. 4x square പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ്. മൈനസ് 4x square. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. ബാക്കിയുള്ള എടുത്ത് എഴുതാം. പ്ലസ് 4x പ്ലസ് 5. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവിഷനിൽ നേരെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ നോർമൽ സബ്ട്രാക്ഷൻ പോലെ അവനെ കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്ക് വരുന്നത് എക്സ് റേസ് ടു 4 0x ക്യൂബ് മൈനസ് 3x സ്ക്വയർ. ബാക്കി ഇപ്പൊ x raised to 4 കട്ടാവും. പിന്നെ ഉള്ളത് 0x ക്യൂബ് ഉണ്ട്, മൈനസ് 3x സ്ക്വയർ ഉണ്ട്. ബാക്കി രണ്ടും ശരിക്കും സബ്ട്രാക്ഷനിൽ റോൾ ഇല്ല. മൈനസ് എക്സ് ക്യൂബ് ഉണ്ട്, പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. ആ നെഗറ്റീവ് ബ്രാക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ 0x ക്യൂബ് മൈനസ് 3x സ്ക്വയർ. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ബിക്കംസ് പോസിറ്റീവ് minus x square. 0x cube plus x cube, it is x cube. Minus 3x square minus x square, it is minus 4x square. അതാണ് ദൈവം വന്നിരിക്കുന്നത്. ബാക്കി നമ്മൾ രണ്ടു കാര്യം എടുത്ത് ചെയ്യുന്നു. പറഞ്ഞോ. ഈ x ക്യൂബ് എങ്ങനെയാ വന്നത്? എവിടെയാടാ? ഈ മറ്റേ x raised to 3 minus 4x square. അവിടെ x ക്യൂബ്. ഈ എക്സ് ക്യൂബ് ഒന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് ഇത് ഇവിടെ പറഞ്ഞേ. നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താ? 0x ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് അല്ലേ ചെയ്യുന്നത് വിശാലെ? അപ്പൊ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. 0x ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ്.
അല്ല സാർ ഞാൻ പറയട്ടെ, സീറോക്ക് വാല്യൂ ഇല്ല, എക്സ് ക്യൂബും വെട്ടിപ്പോവും. അപ്പൊ ഇല്ല എക്സ് വെട്ടി പോവല്ല. 0 എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ്, 0 എക്സ് ക്യൂബിന്റെ കൂടെ ഒരു എക്സ് ക്യൂബ് ആഡ് ചെയ്തു. അപ്പൊ എത്ര എക്സ് ക്യൂബ് കിട്ടും? ഒരു എക്സ് ക്യൂബ് കിട്ടും. അവിടെ എക്സ് ക്യൂബ് തമ്മിലല്ല നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് കോഷ്യൻസ്, ദാറ്റ് നമ്പേഴ്സ്. 3 + 3 6. ഡൗട്ടിനെ ചോദിക്കണം കേട്ടോ, ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ, ഏതെങ്കിലും പാർട്ട്. യാസീനെ കംപ്ലീറ്റ് ആയോ ഡിവിഷൻ? യാസീൻ സാർ സെക്കൻഡ് കിട്ടി. സെക്കൻഡ് ഒന്ന് പറഞ്ഞ എന്താ വന്നേ? 3x² പ്ലസ് ഡിവൈഡ് ചെയ്തപ്പോ അത് എന്തായിട്ട് ഡിവൈഡ് ചെയ്തപ്പോ 3x² പ്ലസ് 4x പ്ലസ് 5 x³ പ്ലസ് 3x² പ്ലസ് 4x പ്ലസ് 5. നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുമ്പോ എക്സ് ക്യൂബിനെ എക്സ് കൊടുത്ത് ഡിവൈഡ് ചെയ്തപ്പോ എക്സ് ആണോ കിട്ടിയ യാസിനെ? കോഷ്യന്റ് എക്സ് വരും. എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ, എക്സ് കോഷ്യന്റ് വരും. Now that quotient should be multiplied with the divisor. X square minus x plus 1. Bracket open ചെയ്യുമ്പോൾ x into x square, x cube ആണ്, minus x square plus x എന്നുണ്ട്. x cube minus x square plus x. Subtract x cube and x cube cancel. അടുത്ത സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ -4x² മൈനസ് എക്സ് സ്ക്വയർ കണ്ടോ? -4x² മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ എന്താ യാസിൻ? എന്താ ആൻസർ വന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോ? എനിക്ക് കിട്ടിയിട്ടില്ല. സബ്ട്രാക്ട് ചെയ്തോ, വേഗം സബ്ട്രാക്ട് ചെയ്തോ. എന്താ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുക ഫാത്തിമ ബോക്കർ ഓൺ സബ്ട്രാക്ടിങ്? Yes sir. What will be obtained on subtracting? x³ 0 ആയിരിക്കും. x cube 0 ആയി പോകും. പിന്നെ -3x². -3x², absolutely. -4x² x² ആഡ് ചെയ്യുന്നു, -3x² ആണ്. അടുത്തതോ? plus 3x plus 5. Now we should divide the highest degrees. -3x² by x². x² and x² will get cancelled. -3 will be the quotient. We get -3x² plus 3x minus 3. Subtracting, I think 8 is the remainder. Anna, final. Is it 8? കിട്ടിയവരെ hand raise ചെയ്തേ. കിട്ടിയവര് 8 ആണോ? സാറേ എനിക്ക് 3x + 8 ആക്കി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തത് ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ടാവും. മേ ബി -3x², -x plus 3x -3 × 1 -3 കട്ടായി 8 ആണല്ലോ എനിക്ക് വന്നേ. സാർ എനിക്ക് 8 ആണ് കിട്ടിയത്. 8 മാത്രമല്ലേ ഉള്ളൂ. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി. This way we can complete the division. ലാസ്റ്റ് എടുത്ത് എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് division, ഇപ്പൊ ഈ സ്റ്റെപ്പ് ഒക്കെ അവിടെ കിടന്നോട്ടെ, നമ്മൾ ലാസ്റ്റ് എടുത്ത് എഴുതണം. Therefore quotient equal to x² plus x minus 3. റിമൈൻഡർ നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ നേരെ എഴുതാൻ, നിങ്ങൾ താഴെ എഴുതിയാൽ മതി. Equal to 8. Completed. Move to first one. ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണോ? ഫസ്റ്റ് വൺ.
Yes. First question ചെയ്യണം. Text ഇല്ലടാ. Text ഒരു മിനിറ്റ് ജയശങ്കർ. ടെക്സ്റ്റ് യാസീൻ ആയിട്ടില്ല. ടെക്സ്റ്റ് കിട്ടണം കേട്ടോ. ടെക്സ്റ്റിന്റെ കാര്യത്തിൽ നമുക്കൊരു എക്സ്ക്യൂസ് എടുക്കാൻ പറ്റില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ. ജയശങ്കർ എന്താ ചോദിച്ചേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ I hope everyone started the next one. തുടങ്ങിയില്ലേ? Okay. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? Before performing the division, Fayaz, what we should think about first? എങ്ങനെ? ഓർഡറിലാണോ സ്റ്റാൻഡേർഡ് ഫോം ആണോ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങണം അവളോടോ. കാര്യങ്ങളും ചിന്തിച്ച് നല്ല ഫോമിലേക്ക് മാറ്റാൻ യു ഹാവ് 1 more minute maximum. seconds ഓരോ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ. ഒന്ന് പറയാൻ എങ്ങനെ മാറ്റാം? ഹൗ വി ക്യാൻ കൺവേർട്ട് ഇറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താണ് വാട്ട് യു തിങ്ക് ലാമിയ? കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യണ്ട പറഞ്ഞു? ഓ ചെയ്യണ്ട. x³ x² x3. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഡിവൈഡ് ഡിവൈസർ ആരാ ലാമിയ? x² - 2 is the device. ചെയ്തു പോരാടോ. Waste your time. Try it fast. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ 2 മിനിറ്റോളം മതിയോ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 മിനിറ്റോളം മതിയോ? അതിനുള്ളിൽ കിട്ടേണ്ടതാണ്. സാർ ഡിവൈസറിന്റെ പറയാം ചെയ്തു ഞാൻ പറയാം. ജസ്റ്റ് റൈറ്റ്. ലാമിയ ഒന്ന് പറഞ്ഞ ഡിവൈഡ് ചെയ്തപ്പോഴേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ കിട്ടിയ ലാമിയ? എക്സ് വന്നു അല്ലെ? കോഷ്യന്റ് എക്സ് വന്നു. ശരി, മൾട്ടിപ്ലൈ ചെയ്തപ്പോഴോ? മൾട്ടിപ്ലൈ ചെയ്തപ്പോ x³ - x² + 2x. x³ - x² + 2x. എങ്ങനെ മീൻസ് x² വന്നേ? അല്ല ചോദിച്ചത്, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കോഷ്യന്റ് എക്സ് അല്ലേ? അതുപോലെ ഡിവൈസർ x² - 2 അല്ലേ?
അപ്പൊ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2 അല്ലേ ചെയ്യണ്ടേ? നമ്മളിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് എഴുതാൻ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടത്തണ്ടേ? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. അത് ചെയ്യുമ്പോ എന്താ കേട്ടോ? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് ചെയ്യുമ്പോ ഞാൻ ചോദിച്ചതേ, ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തു, അപ്പൊ നമുക്ക് എക്സ് കോഷ്യന്റ് കിട്ടി. അത് ശരിയല്ലേ? ഇനി ഇവിടെ വന്ന എന്താണ് എന്റെ ചോദ്യം? ഈ ലൈനിൽ എന്താണ് വന്നത്? ഇവിടെ നമ്മൾ എടുത്ത് എഴുതിയില്ലേ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി? അല്ലല്ലോ, എക്സ് സ്ക്വയർ മൈനസ് അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്താ വന്നേ? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ചെയ്തപ്പോ എന്താ വന്നേ? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ചെയ്തു എന്ന് പറയല്ലേ? അത് കൺഫ്യൂഷൻ ആയോ? അതാണ് ഞാൻ ചോദിച്ചേ. ആളാണ് ഇത്ര നേരം ചോദിച്ചുകൊണ്ടിരുന്നത്. എക്സ് ക്യൂബ് മൈനസ് 2x കിട്ടി അല്ലേ? അതിങ്ങനെയല്ലേ വന്നത്? എക്സ് ക്യൂബ് മൈനസ് 2x. ഇതെങ്ങനെ സബ്ട്രാക്ട് ചെയ്തിനി? ഇവരെ തമ്മിൽ നമ്മൾ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ അവിടെ ചെയ്യാവുന്ന കേട്ടോ. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയിട്ടില്ല, ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ആരിഫൽ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ? എക്സ് സ്ക്വയർ മൈനസ് 0x², അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 0x മൈനസ് 2. അപ്പോഴാണ് എല്ലാ വേരിയബിൾസും അവിടെ വരും. സ്ക്വയർ ടേം വന്നു, എക്സ് ടേം വന്നു, മൈനസ് 2. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ആണ് കോഷ്യന്റ്, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 0x മൈനസ് 2. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് വരും, എക്സ് ഇൻറ്റു 0x സ്ക്വയർ വരും, മൈനസ് 2x. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ആൻഡ് എക്സ് ക്യൂബ് ക്യാൻസൽ ആവും. മൈനസ് 3x സ്ക്വയർ മൈനസ് 0x സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 3x സ്ക്വയർ ഇറ്റ്സെൽഫ്. 5x മൈനസ് മൈനസ് 2x 7x മൈനസ് 2. ഇങ്ങനെ വന്നായിരുന്നോ? ഈ സ്റ്റെപ്പ് കിട്ടിയവർ ഹാൻഡ് റൈസ് ചെയ്ത്. ഈ സ്റ്റെപ്പ് കിട്ടിയവര് ഫസ്റ്റ് സബ്ട്രാക്ഷൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയവർ ഹാൻഡ് റൈസ് ചെയ്ത്. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ വേഗം. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. So let's proceed. Now minus 3x square should be divided with x square. First out it out. Minus 3x square with x square. There is 0 minus 3x square by x square. There is clear ആയില്ല? ആലോചിക്കും. ഇവിടെ നമുക്ക് ഇനി പറഞ്ഞാൽ മതി. മൈനസ് 3x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്താ കിട്ടുക? ഇപ്പൊ പറഞ്ഞാൽ മതി. സാറാ കിട്ടിയില്ലേ? ജനലിനെ കുറിച്ചുള്ളൂ. മൈനസ് 3x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്താണ്? അത് മാത്രം. മൈനസ് 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്താണ്? സോറി, മൈനസ് എക്സ് ആണോ?
ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഇത്തിരി കൂടെ എക്സ്പാൻഡ് ചെയ്തോ. നിങ്ങൾ അവനെ അങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട. -3 into x square or x into x, denominator x into x. എന്താ കിട്ടുക ചേരാ? 3 minus 3. -3. നിങ്ങളത് എക്സ്പാൻഡ് ചെയ്യും. നിങ്ങൾ അതിനെ അങ്ങനെ തന്നെ വെച്ച് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ജസ്റ്റ് എക്സ്പാൻഡ് നമുക്ക് ഐഡിയ കിട്ടുന്നേ. So there we have -3. -3 as the quotient. So x minus 3. Now we should perform multiplication. Quotient into our divisor. -3x square. Again we get 0x. -3 into -2 is 6. -3x square and -3x square cancel out. 7x. -3 -6 become -9. -3 -6 becomes -9. Oh no. 7x minus 1 finally do hand raise 7x minus 9. Very good, very good, wonderful, very good. 7x minus 9. Don't forget to write the final step. Quotient equal to x minus 3. Remainder equal to 7x minus 9. എടുത്ത് മറന്നു പോകരുത് കേട്ടോ. Okay, so let me say one thing. നമ്മളുടെ ശ്രദ്ധിക്കേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ ഡിവിഷൻ. തീർച്ചയായിട്ടും നമ്മളുടെ ഡിവിഷന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് P of x is divided by another polynomial g of x. There we get a q of x as the quotient and some r of x as the remainder. ഇതാണ് നമ്മുടെ ഡിവിഷന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതില് before performing the division, the first and foremost thing that you should check. എന്താണത്? ഫവാസ് നമ്മൾ ഏറ്റവും അതെന്താ ചെക്ക് ചെയ്യണ്ടേ ഡിവിഷൻ തുടങ്ങുന്നതിന് മുമ്പ്? മുഹമ്മദ് ഫവാസ്, what we should check before the division? P of x minus. എന്താ ചെക്ക് ചെയ്യേണ്ട ആരിഫ് അസീസ്? what we should check? Arrange the terms in descending order. Arrange them in descending order and check whether it is in standard form. Descending order arrange ചെയ്യണം. Standard form ആണോ എന്ന് നോക്കണം. Standard form means if any variable or any term are missing, നമ്മൾ അവരെ 0 എന്ന കോഎഫിഷ്യന്റ് കൊടുത്ത് എഴുതും. 0x square like that. സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. എന്നിട്ട് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതർവൈസ് തെറ്റ്. നമ്മൾ രണ്ട് ക്വസ്റ്റ്യനിലും അത് കണ്ടു. ഇതെവിടെ കണ്ടോ? ഹിയർ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി 0x കൊടുത്തത് കണ്ടില്ലേ? എക്സ് സ്ക്വയറും പിന്നെ -2 ഉണ്ടായിരുന്നേ. എക്സ് സ്ക്വയർ ആൻഡ് -2. എക്സ് ടേം മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇവരെ x square plus 0x minus 2 എന്ന് എഴുതി. ഇവിടെ ഈ എക്സാമ്പിളിലേക്ക് വന്നപ്പോ ഫോർത്ത് പവർ ഉണ്ട്, സെക്കൻഡ് പവർ ഉണ്ട്, തേർഡ് പവർ അതിനിടയ്ക്ക് മിസ്സിംഗ് ആ. തേർഡ് പവർ മിസ്സിംഗ് ആയപ്പോൾ നമ്മൾ തേർഡ് പവർ അതിനുള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഇത് കണ്ടില്ലേ? തേർഡ് പവർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് ഡിവിഷൻ ചെയ്യാവൂ കേട്ടോ. ക്ലിയർ? ഓക്കെ, റിമൈനിങ് വിൽ ഡിസ്കസ് ടുമോറോ അറ്റ് ദ സെയിം ടൈം. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir.